ഹലോ, എല്ലാവർക്കും നമസ്കാരം. മുടിയേറ്റിൻ്റെ പാർട്ട് 3യിലേക്ക്. ഇതിൽ മുടിയേറ്റിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ അവതരണ രീതിയെക്കുറിച്ചുമാണ് പറയുന്നത്. മുടിയേറ്റിൽ 7 കഥാപാത്രങ്ങളാണുള്ളത്. ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കോയിങ്ക പടനായർ, കൂളി, ഇവരാണ് ഈ കഥാപാത്രങ്ങൾ. ഇതിൽ ശിവൻ, നാരദൻ, കോയിങ്ക പടനായർ ഇവർ മിനുക്ക് വേഷങ്ങളാണ്. ഇതിലെ വേദി എന്ന് പറയുന്നത് മുടിയേറ്റിന് പ്രത്യേകം വേദിയൊന്നുമില്ല. അത് അവതരിപ്പിക്കുന്നത് ക്ഷേത്രമുറ്റത്ത് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മുടിയേറ്റ്. മുടിയേറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അണിയറയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കാളി വേഷം മുഖത്തിടും. അതായത് ഈ കാളി വേഷം തലയിൽ വെക്കുന്ന ഈ കിരീടത്തിന് പറയുന്ന പേര് വലിയ മുടി എന്നാണ്. ഈ മുടി ഏറ്റുന്നത് കൊണ്ടാണ് മുടിയേറ്റെന്നുള്ള പേര് വന്നതെന്നാണ് പറയുന്നത്. മുടിയേറ്റിൻ്റെ മുന്നോടിയായിട്ട് ഈ കളമെഴുത്ത് പാട്ടുണ്ട്. കളമെഴുത്ത് അത് നിർബന്ധമാണത്. ഈ കളമെഴുതുന്നത് തന്നെ 5 നിറത്തിലുള്ള, അതായത് പ്രകൃതിദത്തമായിട്ടുള്ള 5 പൊടികൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് പച്ച കളറ് വാകയില പൊടിച്ചത്, കറുത്ത കളറ് ഉമി കരിച്ചെടുത്തത്, പിന്നെ വെള്ള കളറ് അരിപ്പൊടി, മഞ്ഞൾ പൊടിച്ചത്, ചുവപ്പ് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കുന്ന ഒരു മിശ്രിതം. അപ്പോൾ ഈ കളമെഴുത്ത് പാട്ട് കഴിയുമ്പോൾ ഇത് അമ്മമാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും ഈ പൊടി. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചൊറിച്ചിലും അങ്ങനെയുള്ള ചൊറിഞ്ഞു പൊട്ടുക അങ്ങനെയുള്ളതിനൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ പൊടികളെന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാളി വേഷം മുഖത്തിടുന്ന ഒരു മേക്കപ്പ് ഉണ്ടല്ലോ, അതും ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളാണ് ഇടുന്നത്. ഇത് ഭഗവതി സംബന്ധമായിട്ടുള്ള എല്ലാ ചടങ്ങുകൾക്കും ഈ പന്തം കത്തിച്ചിട്ട് തെള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുക അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും അമ്പലങ്ങളിൽ നടക്കുന്ന എല്ലാത്തിനും ആചാരങ്ങൾക്ക് പുറമേ ശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് വശങ്ങളും കൂടി ഉണ്ട് അതിന്. ഈ വേഷങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വയ്ക്കും. അതായത് കളി വിളക്കെന്നാണ് അതിന് പറയണത്. തുടർന്ന് അരങ്ങത്ത് ഇങ്ങനെ ചെണ്ട കൊട്ടുണ്ടാവും. ഇത് കഴിയുന്നതോടെ വന്ദന ശ്ലോകങ്ങളാണ് ചൊല്ലണത്. ഇത് അവസാനിക്കുമ്പോൾ ശിവനും നാരദനും രംഗത്ത് വരും. ഈ ശിവൻ തിരശീലയ്ക്ക് പിന്നിൽ നിന്നിട്ട് പീഠത്തിൽ കയറി നിൽക്കും. നാരദൻ ഈ മുറിയടന്ത എന്നാണ് ആ താളത്തിൻ്റെ പേര്. ആ താളത്തിൽ ചുവടുകൾ ഇങ്ങനെ വെക്കും. ശിവൻ്റെ സംഭാഷണം പാട്ട് രീതിയിലും നാരദൻ്റേത് സംസാര രീതിയിലുമാണ്. അതിനുശേഷം ദാരികൻ പുറപ്പാട്. ഇതിലാണ് ദാരികൻ വന്നിട്ട് ഒരുപാട് എന്തൊക്കെയോ ഇങ്ങനെ ചുവടുകൾ വയ്ക്കും. അതിനുശേഷം പടനായർ വരും. അവർ മുടിയേറ്റിൻ്റെ അവതാരകനാണത്, അതായത് മിനുക്ക് വേഷമാണത്. അതിനുശേഷമാണ് കൂളിയുടെ പുറപ്പാട്. കൂളി എന്ന് പറയുന്നത് ജനങ്ങളെ വേഷത്തിലും സംസാരത്തിലും ചിരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കഥാപാത്രമാണ്. പ്രാകൃത രൂപത്തിലുള്ള ഒരു വേഷവിധാനമായിരിക്കും കൂളിയുടേത്. അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റുള്ള വേഷങ്ങൾക്ക് ദൃഷ്ടിദോഷമില്ലാതിരിക്കാനാണ് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. മുടിയേറ്റ് കാണാൻ വരുന്ന ആളുകളെ വലിപ്പച്ചെറുപ്പം നോക്കാതെ എടുത്തുകൊണ്ട് പോയി മുലയൂട്ടുന്ന രീതിയും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. രംഗത്ത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ കൂളിയുടെ. ദാരികവധം കഥയിൽ ദാരികൻ്റെ ദുർഭരണത്തിനെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു വേഷവിധാനമാണ് കൂളിയുടെ. അതിനുശേഷം യുദ്ധം. കാളിയുടെയും ദാരികൻ്റെയും ദാനവേന്ദ്രന്മാരുമായിട്ടുള്ള യുദ്ധമാണ് പിന്നീട് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് കാളിക്ക് കലി ബാധിക്കുന്നു. അപ്പോൾ ഈ കോയിങ്ക പടനായർ കാളിയുടെ മുടി പറിച്ച് ആയുധം നിലത്ത് കുത്തി കലി ശമിപ്പിക്കും. ഇനി അതിന് ശേഷം പിന്നെ വരുന്നത് ചൊൽത്തുകൾ എന്ന് പറയും. കാളിയുടെ മുടി വെച്ച് കെട്ടി ദാനവേന്ദ്രാദികൾ വന്ന് വാക്ക് തർക്കം പോലെ പറയുന്നു. അപ്പോൾ ഒടുവിൽ ദാനവേന്ദ്രൻ്റെ കിരീടവും എടുക്കും. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതോടുകൂടി മുടിയേറ്റം അവസാനിക്കുന്നു. അതിനുശേഷം കാളി കുട്ടികളെ എടുക്കും. കുട്ടികളെ എടുക്കുന്നത് ഈ പേടിയുള്ള കുട്ടികളെ, മുൻപ് പേടിച്ചിട്ടുള്ള കുട്ടികൾക്ക് പേടി മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് കുട്ടികളെ കാളി എടുക്കുന്നത്. അതിനുശേഷം പന്തമൊഴിയും. അതായത് കുട്ടികളെ എടുത്തതിന് ശേഷം വിളക്കത്ത് പൂജയും നിവേദ്യവും ഒക്കെ കഴിഞ്ഞിട്ട് ജനങ്ങളെ മുഴുവനും ഈ പന്ത ഒഴിഞ്ഞ് മുടിയിലെ പൂവ് പ്രസാദമായിട്ട് കൊടുത്ത് മുടി എടുത്തിട്ടാണ് മുടിയേറ്റ് അവസാനിക്കുക.